ഇറ്റാനഗർ എന്ന രൂപത അൽമേർ വഴി പടുത്തുയർത്തിയ ഒരു രൂപതയാണ്. ഇന്ന് ഇറ്റാനഗർ രൂപതയിലുള്ള ദൈവജനം പുരോഹിതരെയും സിസ്റ്റേഴ്സിനെയും ഒത്തിരിയേറെ ദൈവതുല്യം കാത്ത് പരിപാലിക്കുന്നു, സ്നേഹിക്കുന്നു. അവർക്ക് വേണ്ടുന്നത് ഒന്നുമല്ല, ദൈവത്തിൻ്റെ ആ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് വളരെ ഏറെ ആളുകൾ അവിടെ നോക്കി നിൽക്കുകയാണ്. ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ അവർ നോക്കുകയാണ്, അച്ഛ ഞങ്ങൾക്ക് വേണ്ടി വന്നൊരു കുർബാന ചെല്ലാവോ, അച്ഛ ഞങ്ങളുടെ വീട്ടിലൊന്ന് വെഞ്ചരിക്കാമോ, അച്ഛ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ. ഇത്രയേറെ പ്രാർത്ഥനാ നിരതരായ ഒരു ജനതയുടെ മുൻപിലാണ് കൂടെയാണ് ഞാൻ സേവനമനുഷ്ഠിക്കുന്നത് എന്ന് പറയുവാനായിട്ട് എനിക്ക് അഭിമാനമുണ്ട്. കാരണം ആ ജനത ഇന്ന് 46 വർഷം മാത്രമേ ആയിട്ടുള്ളൂ കത്തോലിക്ക വിശ്വാസത്തെ കൈകോർത്ത് പിടിച്ചിട്ട്. അവിടെ സേവനമനുഷ്ഠിക്കുന്ന ഏകദേശം 160ഓളം വൈദികരും 230ഓളം സിസ്റ്റേഴ്സും സേവനത്തിൽ താല്പര്യത്തോടു കൂടി മുന്നേറുകയാണ് ചെയ്യുന്നത്. കാലം ചെയ്ത വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ആയതിനു ശേഷം ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞത്, നാം ആളുകളെ അടുത്തറിയുന്ന ഒരു വ്യക്തികളായി മാറണം. എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മളുടെ പള്ളികളിലും ദേവാലയങ്ങളിലും രൂപതകളിലും തിരുസഭ മൊത്തമായിട്ടുള്ള ഒരു ചിന്താഗതിയിൽ നാം നമ്മുടെ ആളുകളെ അടുത്തറിയുന്ന ഒരു നല്ല ഒരു ഇടയനായിട്ട് മാറണം എന്നാണ് എൻ്റെ വീക്ഷണത്തിൽ കൂടി എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളുടെ ജനങ്ങളെ, വിശ്വാസികളെ അടുത്തറിയാതെ വരുമ്പോഴാണ് നാം അവരിൽ നിന്നും അകന്നു പോകുന്നത്. അതുകൊണ്ട് അടുത്ത മാർപ്പാപ്പ ഇപ്പോൾ നമ്മളുടെ ഇടയിൽ നിന്നും കാലം ചെയ്ത മാർപ്പാപ്പയേക്കാൾ കൂടുതലായിട്ട് ആളുകളെ അടുത്തറിയുന്ന ഒരു പരിശുദ്ധവായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എൻ്റെ അരമനയിൽ നിന്നും നരി ക്യാമ്പ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒരു ദിവസത്തെ യാത്രയാണ്. ഞാൻ ആ ഗ്രാമത്തിൽ എത്തുന്നു എന്നറിഞ്ഞതുകൊണ്ട് ആ ഇടവകയുടെ കീഴിലുള്ള 28 ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ നടന്ന് 2 ദിവസമൊക്കെ നടന്ന് വേണം എത്തുവാനായിട്ട് പള്ളിയിലേക്ക് വരികയാണ്. അപ്പോൾ നടന്നു പോകുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഡ്രൈവറിനോട് പറഞ്ഞു, നമുക്ക് പോകുന്ന വലിയൊരു അമ്മച്ചിയോ അല്ലെങ്കിൽ അപ്പച്ചനെ ആരെങ്കിലും കയറ്റി നമ്മളുടെ വണ്ടിയിൽ കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി, ഒരു അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എങ്ങോട്ടാണ് പോകുന്നത്? അമ്മച്ചി ഉടനെ എന്നോട് പറഞ്ഞു, ഞാൻ നരി ക്യാമ്പിലോട്ടാണ് പോകുന്നത്. അമ്മച്ചി വണ്ടിയെ കയറിക്കോളാൻ പറഞ്ഞു. അമ്മച്ചിയെ വണ്ടിയെ കയറ്റി. വണ്ടിയെ കയറി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിച്ചു, അമ്മച്ചി നരി ക്യാമ്പിൽ എന്തിനാണ് പോകുന്നത്? ഉടനെ തന്നെ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഞാൻ നരി ക്യാമ്പിൽ അവിടെ പോപ്പ് ബിഷപ്പിനെ കാണാൻ പോവുകയാണ്. അമ്മച്ചി വേറെ ഒന്നും അറിയില്ല. അമ്മച്ചി വിചാരിക്കുന്നത് ഈ ബിഷപ്പ് എന്ന് പറയുന്നത് പോപ്പാണെന്നാണ്. വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ആൻസർ. ഞാൻ ഒരു ഗ്രാമത്തിൽ ചെന്നു കഴിഞ്ഞ വഴിയെ ആ ഗ്രാമത്തിലുള്ള പ്രധാനിയായ ഒരു മനുഷ്യൻ വന്നതിനോട് പറഞ്ഞു, പിതാവേ, ഞങ്ങൾ പെട്ടെന്ന് കോപിക്കുന്ന ആളുകളാണ്, പക്ഷെ ഞങ്ങളുടെ ആ കോപം ഒരിക്കലും ഞങ്ങളുടെ മനസ്സിൽ വെക്കില്ല, പെട്ടെന്ന് ക്ഷമിക്കുന്ന ഒരാളുകളാണ്. പക്ഷേ എനിക്ക് ഇതേവരെ ഒരു തിക്ത അനുഭവം അവിടെ നിന്നും ഉണ്ടായിട്ടില്ല. സ്നേഹിക്കുന്ന ഒരു മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ സേവനം അനുഷ്ഠിക്കുന്നത്. അവിടെ എനിക്ക് 522 പള്ളികളുണ്ട്. ആ പള്ളികളിൽ ഏകദേശം 160ഓളം വൈദികരും 230ഓളം സിസ്റ്റേഴ്സും സേവനം അനുഷ്ഠിക്കുന്നു. സുവിശേഷവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വളരെ ബുദ്ധിമുട്ടുകളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. കാരണം അവിടുത്തെ ആളുകൾ ഇപ്പോഴും ദൈവവചനം ശ്രവിക്കുവാനായിട്ട് ദൃഢ താല്പര്യരായി നിൽക്കുന്ന മനുഷ്യരാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, 1978 ഇന്ത്യയിൽ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. ആ നിയമമാണ് ആൻറ്റി കൺവേർഷൻ ബിൽ എന്ന് പറയുന്നത്. അപ്പം 46 വർഷമായിട്ട് റൂൾസ് ആൻഡ് പോളിസീസ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ ആളുകൾ ദൈവത്തെ അടുത്തറിയുവാനായിട്ട് അവർ തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അവിടെയുള്ള വൈദികരും സിസ്റ്റേഴ്സും അൽമയ പ്രേക്ഷിതരും ഈ നല്ല ദൈവത്തെ പറഞ്ഞു കൊടുക്കുകയാണ് അവർക്ക് ചെയ്തത്. ആ പറഞ്ഞു കൊടുക്കലിൻ്റെ ഭാഗമായിട്ട് ഒത്തിരിയേറെ ആളുകൾ കത്തോലിക്ക വിശ്വാസത്തിലേക്ക്, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ഇപ്പോൾ ആ സംസ്ഥാനത്ത് അവർ ഒരു അടുക്കും ചിട്ടയുമുള്ള ഒരു നിയമം ഈ ആൻറ്റി കൺവേർഷൻ ബില്ലിന് ഉണ്ടാക്കുവാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. പക്ഷേ അവിടുത്തെ ക്രിസ്ത്യാനികളായ ആളുകൾ ആ ബില്ലിനോട് അനുയോജിക്കുന്നില്ല, ഞങ്ങളും അനുയോജിക്കുന്നില്ല. കാരണം freedom of religion is a personal choice which we make because the Indian constitution gives us that freedom. ഇപ്പോഴത്തെ കാലത്ത് അരുണാചലിലും കുട്ടികൾ ലഹരിക്ക് അടിമയായിട്ട് മാറുന്ന ഒത്തിരി പ്രവണതകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നേരത്തെ ക്രിസ്തീയ വിശ്വാസം കടന്നു ചെല്ലുന്നതിന് മുൻപ് അവിടുത്തെ ആളുകൾ സാധാരണ ഒരു പാനീയമാണ് അവർ കഴിച്ചുകൊണ്ടിരുന്ന. അപ്പും എന്ന് പറയും. നമ്മളുടെയൊക്കെ നാട്ടിൽ പറയുകയാണെങ്കിൽ കള്ള് എന്നാണ്. ഈ അപ്പും കഴിച്ചാണ് ഇവർ ജീവിച്ചിരുന്നത്. ആര് ചെന്നാലും അവർക്ക് നൽകുവാനുള്ള ഈ അപ്പും എന്ന ഈ ലഹരി പദാർത്ഥമാണ്. പക്ഷേ ക്രിസ്തീയ വിശ്വാസം കടന്നു വന്നപ്പോൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും കാറ്റക്കിസും ഇവരോട് പറഞ്ഞു, നമുക്ക് ഈ ലഹരി പദാർത്ഥം വിട്ട് കളയണം. അവരുടെ ലഹരി പദാർത്ഥം പൂർണ്ണമായിട്ടും വിട്ടു. ഇപ്പോൾ നമ്മുടെ പള്ളികളിൽ വരുന്ന ആളുകളൊന്നും ലഹരി കഴിക്കുന്നില്ല. പക്ഷേ
യുവജനങ്ങളുടെ ഇടയിലോട്ട് ഈ ലഹരിയുടെ അടിമത്തത്തിലേക്ക് അവരെ തടഞ്ഞു നിർത്തുവാനുള്ള പ്രയത്നങ്ങൾ തുടങ്ങുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ SVD അച്ഛന്മാർ അവിടെ ഒരു ഡ്രഗ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ബന്ദർദേവ എന്ന സ്ഥലത്ത് തുടങ്ങിയിട്ടുണ്ട്. ഉടനടി നമ്മുടെ FCC കോൺവെൻറ്റിലുള്ള സിസ്റ്റേഴ്സ് സീറോ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരെണ്ണം തുടങ്ങുവാനായിട്ട് ഞങ്ങൾ പ്ലാൻ ഇടുന്നുണ്ട്. ഇറ്റാനഗർ എന്ന് പറയുന്ന രൂപതയിൽ എനിക്ക് 5 ധ്യാന കേന്ദ്രങ്ങളുണ്ട്. മറ്റുള്ള റിവൈവൽസും അതുപോലെ തന്നെ ബാപ്റ്റിസ്റ്റ് മറ്റുള്ള സമുദായത്തിലുള്ളവർ അവർക്ക് പ്രെയർ സെൻ്ററുണ്ട്, ഒത്തിരി പ്രെയർ സെൻ്ററുണ്ട്. അരുണാചൽ ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ പ്രസിഡൻ്റ് ഒരു കത്തോലിക്കനാണ്, സെക്രട്ടറി ഒരു ബാപ്റ്റിസ്റ്റാണ്, പക്ഷേ അതിൻ്റെ ഒരു ട്രഷറർ ഒരു പെൻറ്റെക്കോസ്റ്റാണ്. സോ നമ്മൾ ഈ ഒരു നല്ലൊരു കൂട്ടായ്മയിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. നമ്മളുടെ മൂല്യങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു, പക്ഷേ നമ്മൾ ഒന്നിച്ച് ഒരൊറ്റക്കെട്ടായി ഒരു കൂട്ടായ്മയായിട്ടാണ് നമ്മൾ പോകുന്നത്. ഏത് സഭയാണെങ്കിലും നാം ഒരുമിച്ച് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി വർത്തിക്കുമ്പോഴാണല്ലോ നമ്മളുടെയൊക്കെ ആ ദൈവത്തിൻ്റെ ആ സ്നേഹം, അനന്തമായ സ്നേഹം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളെ ഓരോരുത്തരെയും നല്ലവനായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.